التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുൻ നദാ ക്ലാസ് തുടരുകയാണ്. അടുത്തത് പറയുന്നത് അടുത്ത ആൾ ഇദൻ വയുൻസബു നസ്ബ് ചെയ്യപ്പെടും, ഫീൽ മുദാരിക്ക് നസ്ബ് ചെയ്യപ്പെടും ബി ഇദൻ കൊണ്ടും. ഈ ഇദനാവട്ടെ വഹി അത് ഹർഫ് ജവാബിൻ്റെയും ജസാഇൻ്റെയും ഹർഫാണ്. ഒരാൾ മാക്കബൽ ഒരു കലു പറഞ്ഞാൽ അതിൻ്റെ ജവാബായിട്ട് പറയുക, ജസാ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു ഷർത്തിൻ്റെ നിലക്ക് വരും, അതിൻ്റെ ഒരു ജസാ എന്ന നിലക്ക് ഈ ജസാഇൻ്റെയും ജവാബിൻ്റെയും ഹർഫായിട്ട് വരും. ജസാഇൻ്റെയും ജവാബിൻ്റെയും ഹർഫായി വരും എന്നാണ് സീബവൈഹി ഇമാമിൻ്റെ കടുക്കൽ. അങ്ങനെ തന്നെയാണ് ശലൗബീൻ ഇമാമും പറഞ്ഞു. ശലൗബീൻ എന്ന് പറഞ്ഞാൽ അത് ശലൗബീൻ എന്ന് പറഞ്ഞാൽ ഉമറുബിൻ മുഹമ്മദാ, പേര് ഉമറുബിൻ മുഹമ്മദ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സ്പെയിനിലെ നഹ്വുകളുടെ ഇമാമാണ്. ഹിജ്റ 645 മരണപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ചാണ് ശലൗബീൻ എന്ന് പറയുന്നത്. ശലൗബീൻ ഉമറുബിനു മുഹമ്മദ് സ്പെയിനിലെ നഹ്വീങ്ങളുടെ ഇമാമിങ്ങൾപ്പെട്ട ഒരാളാണ്. പിന്നെ ആ അഭിപ്രായത്തിൽ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് ഫാരിസി ഇമാമും പറഞ്ഞത്. അക്സറും ഇങ്ങനെ തന്നെയാണ് വരിക, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ വരിക എന്നുള്ളതാണ് നമ്മുടെ ശലൗബീൻ ഇമാം പറഞ്ഞത്. അതുപോലെ തന്നെ ഫാരിസി ഇമാം അക്സറിൽ അങ്ങനെ തന്നെ വരാറുള്ളത്. അത് ചിലപ്പോൾ ഫാരിസി ഇമാം പറഞ്ഞു, ചിലപ്പോൾ അക്സറിലാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തു വഖദ് തതമഹദു ലിൽ ജവാബിന് വേണ്ടിയും ജസാ ഇല്ലാതെ ജവാബിന് വേണ്ടി മാത്രം വരുമെന്നൊക്കെ അഭിപ്രായം ഫാരിസി ഇമാമിനുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ തെളിവൊക്കെ പറയുക ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി പറഞ്ഞ് എടുത്തു കൊടുത്ത് കാണാം. ഇപ്പോൾ ഒരാൾ നിന്നോട് ഉഹിബ്ബുക്കാന്ന് പറഞ്ഞു, അപ്പം ഇജ്ജ് പറയും ഇതന്നെ, അങ്ങനെയാണെങ്കിൽ അസുന്നുക്ക സ്വാദിക്ക, നിന്നെ സ്വാദിക്കായിട്ട് ഞാൻ വിചാരിക്കും എന്ന് പറയും. അപ്പോൾ ഇവിടെ ജവാബേ ഉള്ളൂ, ഇവിടെ ഒരു മുജാസാത്തിൻ്റെ വിഷയം ഇവിടെ വരുന്നില്ല എന്നാണ് തെളിവ് പിടിച്ചുകൊണ്ടാണ് കിസായി ഇമാം ഫാരിസി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നോക്കാം. അപ്പോൾ ഫൈദ കുൽത്ത, നീ പറയുമ്പോൾ ലിമൻ ഒരുത്തനോട് കാല ഓൻ പറഞ്ഞിട്ടുണ്ട് ഹസൂറുക ഗദൻ, നിന്നെ ഞാൻ സന്ദർശിക്കും ഗദൻ, നാളെ എന്ന് പറഞ്ഞ ഒരുത്തനോട് നീ പറയുമ്പോൾ അവനെന്താ ഇനി പറയുക? അസൂറുക ഗദൻ, നിന്നെ ഞാൻ നാളെ സന്ദർശിക്കുമെന്ന് പറഞ്ഞ ഒരുത്തനോട് നീ പറയുമ്പോൾ എങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഉക്രിമക്ക, ഉക്രിമക്ക, നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇക്റാമ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഫഖദ് അജബ്തഹു, അവനിങ്ങനെ ചെയ്തു ജവാബും കൊടുത്തപ്പോൾ ജവാബായി. മാത്രമല്ല വജഅൽത ഇക്റാമക്ക, നിന്റെ ഇക്റാമിനെ നീ ആക്കുകയും ചെയ്തു. ജസാഅൻ ലി സിയാറത്തിഹി, അവൻ്റെ സിയാറത്തിനൊരു ജസാ എന്ന നിലയ്ക്ക് നീ ആക്കി തീർക്കുകയും ചെയ്തു. മനസ്സിലായോ? പക്ഷേ ഇത് ഇവിടെ ഇതൻ നസ്ബ് ചെയ്യാനുള്ള ചില നിബന്ധനകളുണ്ട്, അതാണ് ഈ പറയാൻ പോകുന്നത്. വശർത്തു നസ്ബിഹ, ഈ ഇതൻ നസ്ബ് ചെയ്യണമെങ്കിലുള്ള നിബന്ധന സലാസത്തുൻ, 3 എണ്ണമാണ്. അവൽ ഒന്നാമത്തേത് എന്താ? അൻതകൂന മുസദ്ദറത്തൻ, അൻതകൂന ഇതനാവണം മുസദ്ദറത്തൻ, ആരംഭത്തിൽ വരണം, ജവാബിൻ്റെ ആരംഭത്തിൽ വരണം, അതിൻ്റെ മുമ്പ് വേറൊന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഐ വാക്യഅത്തൻ സംഭവിക്കണം ഫി സദ്രിൽ കലാമിൻ്റെ ആരംഭത്തിൽ, ഒന്നത്. വസ്സാനി രണ്ടാമത്തേതും, വസ്സാലിസു മൂന്നാമത്തേതും, യഖഅൽ മുദാരിഉ മുദാരി സംഭവിക്കണം ബഅദഹ ആ ഇദൻ എന്നുള്ളതിന് ശേഷം, വഹുവ മുസ്തഖ്ബിൽ, അതന്നെ മുസ്തഖ്ബിലായ നിലയിൽ, ഹാലിൻ്റെ മാന പറ്റൂല. മാത്രമല്ല പിന്നെ എന്തുവാണ്? മുത്തസിലും കൂടിയാണ്. ആ മുദാരി ഇദനോട് മുത്തസിലാവണം. ബി ഇദനോട് മുത്തസിലായിട്ട് നേരിട്ട് നിൽക്കണം. ഇംഫിസാൽ ഉണ്ടാകാൻ പറ്റൂല. ഇംഫിസാൽ പറ്റുന്നത് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്, അതിപ്പുറത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മുൻഫസിലുൻ, ആ ഇതന്നെ തൊട്ടിട്ട് മുദാരി മുൻഫസിലും ആവാം. പക്ഷേ മുൻഫസിലുൻ അൻഹ എന്ന് പറഞ്ഞാൽ ഇതന്നെ തൊട്ട് ആ മുദാരി ഉണ്ടാവുക, ഇൻഫിസാൽ ആവുക. എന്തുകൊണ്ട് ഇൻഫിസാൽ പറ്റും? ബി ഖസമ് കൊണ്ട്. അല്ലാണ്ട് പറഞ്ഞോളുണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ വിശദീകരിക്കും. അപ്പോൾ ഉദാഹരണം പറയുന്നുണ്ട് ഓരോന്നും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ ഹുലാസ, ഇത് ഇന്ന നസ്ബ് ചെയ്യണമല്ല, നിബന്ധന എന്താണ്? കലാമിൻ്റെ സ്വദറുൽ കലാമിൽ വരണം. ആ ജവാബ് പറയുമ്പോൾ ജസാഇൻ്റെ ആരംഭത്തിൽ വരണം, തുടക്കത്തിൽ തന്നെ പറയണം, മുസദ്ദറത്ത് വേണം. രണ്ടാമത്തത് മുദാരിന് മുസ്തഖ്ബിലിൻ്റെ മാനാണോ, ഹാലാവാൻ പാടില്ല. മൂന്നാമത്തത് ഈ മുദാരി അതിൻ്റെ ആ മഅമൂൽ ഉണ്ടാവുമല്ലോ, ഇത് അന്ന നസ്ബ് ചെയ്യുന്ന മുദാരി, ആ മുദാരി അന്നൽ അഫ്വൻ ഇതൻ, ആ ഇതനോട് എന്ത് ചെയ്യണം? ചേർന്ന് മുത്തസിലായിരിക്കണം. അവ രണ്ടാളെ ഇടയിൽ ഇതിനെ മുൻഫസിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇനി മുൻഫസിൽ പറ്റും, പക്ഷെ ആ മുൻഫസിൽ ആരാവാം?
ഖസമായിട്ടാണ് ഇടയിൽ മുൻഫസിൽ വല്ലാഹി പോലത്തതാണെങ്കിൽ താഴെ പറയുന്നുണ്ട് വന്നതെങ്കിൽ പ്രശ്നമല്ല, ബാക്കിയുള്ളത് പറ്റൂല. ബാക്കിയുള്ളത് പറ്റുമെന്നുള്ള നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഇനി ഓരോന്ന് ഉദാഹരണം നോക്കി നിങ്ങൾ. മിസാലുൽ മുത്തസിലിൻ്റെ ഉദാഹരണം അഥവാ ചേർന്ന് വരണം എന്ന് പറഞ്ഞാൽ ആ മുദാരി ഇതെന്നോട് ചേരണമെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഉദാഹരണം നഹ്വു ഖൗലിക, നിൻ്റെ കൗല് പോലെ നേരത്തെ നമ്മൾ ഇസൻ, അങ്ങനെയാണെങ്കിൽ ഉഖ്രി മക്ക കേട്ടോ. ഇതെന്നോട് മുദാരി ചേർന്ന് വന്നില്ല, അതിൻ്റെ ഇടയിൽ ഇൻഫിസാൽ ഇല്ലല്ലോ. ഇതൻ ഉഖ്രി മക്ക, അങ്ങനെയാണെങ്കിൽ നിന്നെയാണ് ഇക്രാമ് ചെയ്യും. അപ്പോൾ നസ്ബ് ചെയ്തു. ഇനി മിസാലുൽ മുൻഫസിൽ ഉദാഹരണം നോക്കി. നഹ്വു ഖൗലി ഷാഇർ, ഷാഇറിൻ്റെ കൗല് പോലെ ഇദൻ വല്ലാഹി നർമിയഹും ബിഹർബി തുശീബു الطفل من قبل المشيب. ഇത് ഷാഹിദ് ഔദഹുൽ മസാലിക്കിൽ ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുദൂർ സഹബിലൊക്കെ ഉണ്ട് ഈ ഷാഹിദ്. എന്താ ഇതൻ അങ്ങനെയാണെങ്കിൽ വല്ലാഹി അല്ലാഹുവാണ് സത്യം, നർമിയഹും അവരെ ഞാൻ മെറിയും ബിഹർബിൻ യുദ്ധം കൊണ്ട്, അത് ഒരാളോട് യുദ്ധം ചെയ്യുന്ന അർത്ഥം, പോരാടും. എങ്ങനത്തെ ഹർബാണ്? തുശീബു തിഫുല, കുട്ടികളെ നിരപ്പിക്കും. മിൻ ഖബിലിൽ മഷീബി, അവരൊരു സമാന വക്ത് പോലെ തക്ദീർ ചെയ്യണം. നരയുടെ വക്തിന് മുമ്പേ തന്നെ, നരയുടെ വക്ത് എത്തുന്നതിന് മുമ്പേ കുട്ടികളെ നമ്മൾ നിരപ്പിക്കുന്നതായ ഒരു ഹർബ് കൊണ്ട് അവരെ നാം എറിയുന്ന, അത് പോരാടുന്ന അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് തെളിവ് നോക്കി. നിങ്ങൾ എന്താ ഇതൻ വല്ലാഹി നർമിയഹും, നമ്മൾ പറഞ്ഞില്ല ഇതിന് ശേഷം മുത്തസിലാവണം എന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഫീൽ മുദാരിക്കും ഇതിന് ശേഷം അവിടെ ഒരു ഇൻഫിസാൽ ഉണ്ട്, പക്ഷെ അത് വല്ലാഹി എന്താ ഖസമാണല്ലോ. അപ്പോൾ ഖസമ് പറ്റും പറഞ്ഞില്ല, ഔ മുൻഫസിലും അൻഹ എന്ന് പറഞ്ഞില്ല നമ്മൾ, അത് പ്രശ്നമല്ല. മുത്തസിലും ഇതിനോട് മുത്തസിലാവണം, അല്ലെങ്കിൽ മുൻഫസിലാവുക, ഇതിനെക്കൊണ്ട് അൻഹ കയ്യിനെ തൊട്ട് ഇതന്നെ തൊട്ട് ബി കസമ കൊണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് ഉദാഹരണമായി. വല്ലാഹി ഒന്ന് അപ്പം അമല് ചെയ്തിട്ടുണ്ട്. ഇതൻ നർമീഹിം എന്നല്ല പറഞ്ഞു, നർമിയഹും നസ്ബൈ തന്നെ പറഞ്ഞു, പിടിക്കുക. അപ്പോൾ അതാണ് ഷാഹിദ്. അപ്പോൾ കസമ് കൊണ്ട് പറ്റും. അതിൻ്റെ ബൈത്തിൻ്റെ ഇറാബുമാണെങ്കിലൊന്ന് നമുക്ക് നോക്കാം. അപ്പം എന്താ ഇതൻ വല്ലാഹി, ഇതൻ നമ്മളെങ്ങനെ ഇറാബ് പറയുക? ഹർഫ് ജവാബിൻ വ ജസാഇൻ വ നസ്ബിൻ എന്നറിയാം. നസ്ബിൻ്റെയും ജസാഇൻ്റെയും ജവാബിൻ്റെയും ഹർഫാണ്. വല്ലാഹി എന്നുള്ളത് അതിൻ്റെ എന്താ മുത്തല്ലക്ക് മഹദൂഫാണ്. അപ്പോൾ ഖസമിൻ്റെ ഒരു ഫീല് തക്ദീർ, അതിനോടാണ് മുത്തല്ലക്ക്. തെർമീഹിം നർമിയഹും, തെർമീഹല്ല നർമിയഹും, നർമിയ ഫീല മുദാരി മൻസൂബാണ്, നസ്ബ് ചെയ്ത ആമിലി ഇതന്നാണ്. മനസ്സിലായോ? പിന്നെ നർമി ഫായില് നർമി, നമ്മൾ എന്ന് പറയാം, നഹ്നു പറഞ്ഞല്ലോ, നർമി നമ്മൾ, അതാണ് നഹ്നു ഫായില്. പിന്നെ നർമിയഹും, ഹും എന്നുള്ളത് നസ്ബിൻ്റെ മഹല്ലാണ്, മഫ്ഊലുൻ ബിഹിയാണ്, ദമീറാണല്ലോ. ബി ഹർബിൻ മുത്തല്ലക്ക് നർമിയഹും എന്നുള്ളതിന് മുത്തല്ലക്ക് ജാർ മജ്റൂർ. പിന്നെ പറഞ്ഞ തുഷീബു, തുഷീബു എന്നുള്ളത് ഫീൽ മുദാരിയാണ്, മർഫുവാണ്. പിന്നെ ഫായില് മുസ്തത്തറ ദമീർ ഹിയ. അത്തിഫുലു അത്തിഫുല, തുഷീബ തിഫുല, കുട്ടികളെ നരപ്പിക്കുന്നത്, മഫ്ഊലുൻ ബിഹി മൻസൂബ്. മിൻ ഖബിലി എന്നുള്ള മുത്തല്ലക്ക് തുഷീബു, ഖബിലി എന്നുള്ള മുദാഫിലേഹി, മുദാഫ്, മുഷീബ് മഷീബ് എന്നുള്ള മുദാഫിലേഹി, അങ്ങനെ വെക്കണം. അപ്പോൾ അവിടെ എന്താ തുഷീബു തിഫുല എന്നുള്ള ജുംല അത് സിഫത്താണ്. ഏതിന് സിഫത്താ? ഹർബിന് സിഫത്ത. എങ്ങനത്തെ ഹർബാണ്? തുഷീബു തിഫുല, കുട്ടികളെ നിരപ്പിക്കുന്ന. അപ്പോൾ തുഷീബു തിഫുല എന്നുള്ള ജുംല അവിടെ ഹർബിൻ്റെ സിഫത്താണ്. അപ്പോൾ മഹല്ലി എന്തായിരിക്കും? ജറായിരിക്കും. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. അതാണ് ഇപ്പം നമുക്ക് അടുത്ത തെളിവ്. മനസ്സിലായില്ലേ? ഇനി നോക്കി, വഇൻ വഖഅതനി സംഭവിച്ചാൽ, ഫഇൻ വഖഅതനി അത് സംഭവിച്ചാൽ, ഫഇൻ വഖഅത് ഇദൻ സംഭവിക്കുകയാണെങ്കിൽ, ഫി ഹസ്വിൽ കലാമി, കലാമിൻ്റെ ഇടയിലാവന്ന് നിൽക്കുക. ആരം മുസദ്ദറത്തെന്ന് ഷർത്ത് പറഞ്ഞല്ലോ, അതില്ലാതെ കലാമിൻ്റെ മുസദ്ദറത്തില്ലാതെ വന്ന് നിൽക്കുക, ഇടയിലാവന്ന് നിൽക്കുക, ഇടയിലാവന്നതെങ്കിൽ നഹ്വ ഇതുപോലെ അന. ഒരാൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ അതിൻ്റെ മറുപടി ആയിട്ട് അവിടെ തക്ദീർ ചെയ്യുക. ഒരാൾ എന്നോട് പറഞ്ഞു, എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കുക, ജിത്തുക നിൻ്റെ അടുക്കലാൻ വരും. അപ്പം ജി പറയാ അന, അന ഇതൻ ഉക്രിമുക. അപ്പം അങ്ങനെ അന ഇതൻ ഉക്രിമുക മാ പറയൂല. കാരണം എന്താ? സ്വദാരിയത്ത് പോയി, മുസദ്ദറത്തില്ല. കാരണം ആന ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ ഇതൻ പറഞ്ഞു, പിടിക്കോ? അപ്പം അമലില്ല. അപ്പോൾ ഉക്രിമു എന്ന് പറയാം, ഉക്രിമ അറിയില്ല, ഉക്രിമുക്ക എന്ന് പറയും, പിടിക്കോ? അല്ലെങ്കിൽ ഔക്കാനൽ മുദാരിന് മുദാരി മുസ്തഖ്ബിലാണെന്ന് പറയുന്നത്, മാന ഹാലാ നിൽക്കുക. ഹാലാണെങ്കിലോ അപ്പോഴും അമലില്ല. കമാലൗ, ഇതുപോലെ കമാലൗ ഹദ്ദസക, നിന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ഹദ്ദസക ഷഖ്സുൻ, ഒരു ഷഖ്സ് നിന്നോട് സംസാരിച്ചു, ബി ഹദീസിൻ, ഒരു കാര്യം സംസാരിച്ചു. ഫഖുൽത, അപ്പം ഇനി പറയും ഇദൻ തസ്ദുഖു, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇനി സത്യം പറയുന്നുണ്ടല്ലോ. അപ്പം ഇപ്പം സത്യം പറയുന്നത് ആ ഹാലിപ്പോൾ ഹാലിൻ്റെ മാനാക്കാ പറയുന്നത്. അപ്പം ഇദൻ തസ്ദുഖു എന്നാ പറയുക, തസ്ദുഖാ പറയില്ല. കാരണം ഹാലിൻ്റെ മാനായി പോയി തസ്ദുഖൂന്.
മനസ്സിലായി? അപ്പോൾ അമലില്ല. ഇനി നമ്മൾ പറഞ്ഞു ഔ ഫുസില ബൈനഹുമാ എന്ന് പറഞ്ഞ ഏതാണ്? ഇതന്നും ഔ അതിന് ശേഷമുള്ള മുദാരിയായ ഫീലിനും ഇടയിൽ ഫസിലാക്കപ്പെട്ടു ബി ഫാസിൽ, ഒരു ഫാസിൽ കൊണ്ട്. എങ്ങനത്തെ ഫാസിലാണ്? അതിൻ്റെ സിഫത്ത് ഗൈരിൽ ഖസം അല്ലാത്തൊരു ഫാസിൽ കൊണ്ട്. ഖസമാ വർസലാമലുണ്ട് നമ്മൾ പറഞ്ഞു. ഖസം അല്ലാത്തൊരു ഫാസിലാണെങ്കിലോ ഖസമല്ല ഗൈരിൽ ഖസം എന്ന ഫാസിൻ്റെ സിഫത്താണ്. അപ്പോൾ ഡൗട്ട് അടിക്കുക അല്ല് മാരിഫൽക്കൽ ഇദാഫത്ത് ഇത് നമ്മൾ തൊക്കലിസാലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗൈറ് സിബുഹ് മിസ്ലേ പോലത്തൊക്കെ എന്താ മാരിഫൽ ഇദാഫത്ത് ചെയ്താലും താരീഫ് ഇട്ടൂല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാസിലിൻ അതിൻ്റെ സിഫത്താവാം ഫാസിൽ, ഒരു ഫാസിൽ കൊണ്ട് ഗൈരിൽ ഖസമി ഖസം അല്ലാത്തൊരു ഫാസിൽ കൊണ്ട് ഫസിൽ ചെയ്യപ്പെട്ട് വെക്കുക കൗലിക്കൻ്റെ ഒരു പോലെ ഇതൻ. അങ്ങനെ ഇതൻ അങ്ങനെയാണെങ്കിൽ യാ സെയ്ദു എ സെയ്ദ് ഉക്കിരി മുക്കാന്നേ പറയും, നിന്നെ ഞാൻ ഇക്രാമ് ചെയ്യും. അപ്പോൾ ഉക്രിമ എന്ന് പറയുക കാരണം എന്താ? ഈ ഇതന്നും ഉക്രിമക്ക് ഉക്രിമുക്കിടയിൽ യാ സെയ്ദുൻ ഇത വന്നു. പക്ഷെ പറ്റുന്ന പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ വിശദീകരിക്കാം. അപ്പോൾ യാ സെയ്ദു ഉക്കിരി മുക്കാന്നാ പറയാം. അതേപോലെ ഇതൻ അങ്ങനെയാണെങ്കിൽ ഫിദ്ദാരി വീട്ടിൽ ഉക്കുരി മുക്ക കണ്ടോ, നിന്നാൻ ആദരിക്കും. അവിടെ ഫിദ്ദാരിയിൽ എന്ത് വന്നിട്ടുണ്ട്? ഫിദ്ദാരി അതിൻ്റെ ഇടയിൽ ഫസിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും കസമല്ലല്ലോ. അപ്പോൾ റഫഅതഹു നീ റഫ് ചെയ്യും ഹു മുദാരീന ഫി ജമിയ ദാലിക ഇതിൽ പറഞ്ഞില്ലെല്ലായിടത്തും റഫ് ചെയ്യും. കാരണം നമ്മൾ ആ ഷർത്തിൽ നിന്ന് വിട്ടുപോയി. ഇനി ഇവിടെ എന്നാൽ ഇപ്പം ഇവിടെ ഇപ്പോൾ മുസന്നിഫ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഫസിൽ കസമ് കൊണ്ടാണെങ്കിൽ അമല് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഇതന്നെ അമല് ചെയ്യുക. ഫസിൽ വന്നാൽ ആ ഫസിൽ കസമ് കൊണ്ടാണെങ്കിൽ യാമാൽ ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയൊന്നും പറ്റൂല എന്നല്ലേ. പക്ഷെ നാഫിയ കൊണ്ടു ലന്നാഫിയ വന്നാലും അമല് ചെയ്യിപ്പിക്കാം. ലന്നാഫിയ കൊണ്ട് ഫസിൽ ഉണ്ടായാലും അമല് ചെയ്യിപ്പിക്കാമെന്ന് ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ ജായിസാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇനി അതിനെക്കുറിച്ചുള്ളൊരു വിശദ വിവരങ്ങൾ ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ മുഗ്നിയിൽ പറഞ്ഞത് കാണാം. അവിടെ കാണാം, നമുക്ക് മുഗ്നി എടുത്ത് നോക്കിയാൽ കാണാം. അവിടെ വേറെ അഭിപ്രായങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ട്. എന്താ ഈ ഇബ്നു ഉസ്ഫൂർ റഹ്മഹുല്ല ഹിജറ 663 മരിച്ച ഇമാമാണ്. ഇബ്നു ഉസ്ഫൂർ റഹ്മഹുല്ല അദ്ദേഹം ജായിസാക്കിയിട്ടുണ്ട് ദർഫ് കൊണ്ടുവരാം. അപ്പോൾ ഇതൻ ഫിദ്ദാരി നമ്മൾ പറഞ്ഞത് ഉക്രിമക്ക എന്ന് പറയുക, മനസ്സിലായി? ഉക്രിമ ആ ഇബ്നു ഉസ്ഫൂറിൻ്റെ മദ്ഹബ് അനുസരിച്ച്. അപ്പോൾ ദർഫ് കൊണ്ട് എന്താവാ ഫസിൽ വരാം, അപ്പോഴും ഇതന്നെ അമല് ചെയ്യിപ്പിക്കാം എന്ന അഭിപ്രായം ആര് ജായിസാക്കിയിട്ടുണ്ട്? ഇബ്നു ഉസ്ഫൂർ റഹ്മഹുല്ലയും. അതേപോലെ തന്നെ ഇബ്നു ബാബിഷാദ് റഹ്മഹുല്ല ഹിജറ 469 മരിച്ചു പോയത്. അദ്ദേഹം പറഞ്ഞത് നിദ കൊണ്ട് ഫസിലുണ്ടായാലും ദ്വാ കൊണ്ട് ഫസിലുണ്ടായാലും അമല് ചെയ്യിപ്പിക്കുക, പ്രശ്നമില്ലാന്നാ. അപ്പോൾ നമ്മൾ പറഞ്ഞിടത്തിൽ യാ സെയ്ദു നിദാണല്ലോ. അവിടെ ഇബ്നു ബാബിഷാസിൻ്റെ മദ്ഹബ് അനുസരിച്ച് നമുക്ക് ഉക്രിമക്ക എന്ന് പറയാം, മനസ്സിലായോ? ഇമാം കിസായി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്താ? ഫിയാലിൻ്റെ മാമൂല് കൊണ്ട് ഫസിലായത്. ഫീലിൻ്റെ മാമൂല് കൊണ്ട് ഫസിലാണെങ്കിലും അമല് ചെയ്യിപ്പിക്കാം, ഫീലിൻ്റെ മാമൂല് കൊണ്ട് ഫസിലാണെങ്കിൽ അമല് ചെയ്യിപ്പിക്കാമെന്ന് കിസായി ഇമാം ഹിജറ 189 മരിച്ചുപോയ ഇമാമാണ്. അദ്ദേഹം 10ാം നൂറ്റാണ്ടിൽ ജീവിച്ചതാ. എന്താ ജായിസാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിസായി ഇമാമിൻ്റെ അഭിപ്രായത്തോട് ഹിശാം ഇബ്നു മുആവിയ റഹ്മഹുല്ല ഹിജറ 209 മരണപ്പെട്ട മഹാനാണ്, അദ്ദേഹം യോജിച്ചിട്ടുമുണ്ട്. എന്നാലും ഇവിടെ ഈ ഫീലിൻ്റെ മാമൂല് കൊണ്ട് ഫസിലാക്കാന്ന് കിസായി ഇമാമും ഹിശാമിനും അദ്ദേഹത്തോട് ചോദിച്ച ഹിശാമിന് മുആവിയ റഹ്മഹുമുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ കിസായി ഇമാം അർജഹാക്കിയിട്ടുള്ളത് നസ്ബിനാണ്. പക്ഷേങ്കിൽ ഹിശാമിന് മുആവിയ റഹ്മഹുല്ല അവിടെ അർജഹാക്കിയിട്ടുള്ളത് റഫ്ഇനാണ്. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മുഗ്നിയിൽ നോക്കിയാൽ വളരെ കൃത്യമായി കാണാം. അല്ല ഞാൻ പറഞ്ഞത് എല്ലാം കൂടി വായിക്കുക പിന്നെ അത് സൗണ്ട് നീണ്ടോന്ന് വെച്ചിട്ടാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ല പറഞ്ഞത്. അപ്പം അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത് അന്നിനെ കുറിച്ചാണ്. മൂപ്പരെ കുറിച്ച് അധികം പറയാനുണ്ട്. ഉമ്മുൽ ബാബാണ് മൂപ്പര്. ഇൻഷാ അല്ലാഹ് ബാക്കി ബാദു ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.